ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? സുന്ദരല്ലേ? ഇത് ഞാൻ ഇന്ന് മെനക്കെട്ട് പറിച്ചെടുത്ത ഒരു ഒണ്ടവും പുളിയാണ്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മരമാണ്. താഴെ വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചിന്നിച്ചെതറിപ്പോവും. പഴുത്തതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഇത് പറിച്ചെടുത്തത്. അതല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒരു കോയിൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വൈദ്യരെ കണ്ടിരുന്നു. ആയുർവേദ MD വൈദ്യരാണ്, ഇവിടെ അറിയപ്പെടുന്ന ഒരു വൈദ്യരാണ്. കോയിൻസിഡൻസായി ഈ ഒണ്ടവും പുളി ഒരു സബ്ജക്റ്റ് മാറ്ററായി. അപ്പോൾ പറഞ്ഞത്, ഈ ഒണ്ടവും പുളി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ നോർമലൈസ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലാഡർ സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ ഇതൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതല്ല, കുട്ടികൾക്കൊക്കെ വിരശല്യം അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മൾ മറ്റേത് പുളിനേക്കാളും ഏറ്റവും നല്ലതാണ് ഒണ്ടവും പുളി എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത്, ഇത് പഴുത്തത് ഉണക്കിയെടുക്കുക, എന്നിട്ട് 1-2 അല്ലി വെള്ളത്തിലിട്ട് ഉപയോഗിക്കുക. അതുപോലെ കറിയിലിടാനും ഉപയോഗിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്നത് 1-2 അല്ലികൾ മാത്രം കഴിക്കാൻ വേണ്ടിയാണ് ഡോക്ടറുടെ നിർദ്ദേശം. ഒണ്ടംപുളി ഇതുപോലെ പഴുത്തത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോള് നന്നായി കുറയും. അത് വാരി വലിച്ച് കഴിക്കാൻ വേണ്ടിയല്ല, ഇതിൻ്റെ പഴുത്തതിൻ്റെ 2 അല്ലികൾ മാത്രം. നമ്മുടെ ഡോക്ടർ പറഞ്ഞു തന്നത്, ഇത് ഉണക്കിയെടുക്കുക, പഴുത്തത് ഉണക്കിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് 2 കഴിക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. ഇത് എൻ്റെ ഒണ്ടംപുളി മരമാണ്. ഇത് ഇങ്ങനെ നശിച്ചു പോവുകയാണ്, അതിൽ കിട്ടുന്ന കായ്കൾ മുഴുവനും. അതുകൊണ്ട് ഞാൻ ഇന്ന് മെനക്കെട്ടൊരു പഴുത്തത് പറിച്ചെടുത്തതാണ്. ഇത് ഞാൻ നമ്മുടെ കൃഷിഭവൻ ഗ്രൂപ്പിലൊക്കെ ഒരു മെസ്സേജ് ഇട്ടു, ആർക്കെങ്കിലും ഒണ്ടംപുളി വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി. ഇത് ഏതായാലും നമ്മൾ ഇവിടുന്ന് മുറിക്കാൻ പോവാണ്. ഇത്രകാലം ഒരു വർഗനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചാണ്. പക്ഷേ ഇവിടെ മറ്റു ചെടികൾ വളരുമ്പോൾ അത് ബുദ്ധിമുട്ടായി മാറുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം കുറേ കായ്കളുണ്ട്. ഇത് മുന്നേ ഞാനിവിടെ വരുന്നവരോടൊക്കെ ഇത് ആപ്പിൾ കായ്ച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെന്താ ചെയ്യുക, ഫോൺ എടുത്തിട്ട് ആപ്പിളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മെനക്കെടുക ചെയ്യുക. അപ്പോൾ ഞാൻ പറയും, അല്ല, ഇത് ആപ്പിളല്ല, ഒണ്ടവും പുളിയാണ്. ഈ ഒണ്ടവും പുളി എനിക്ക് വളരെയധികം ഒരു നോസ്റ്റാൾജി ഉള്ളതാണ്. പണ്ട് ചെറിയ ക്ലാസ്സിൽ പ്രൈമറിയിൽ സ്കൂളിൽ പോകുമ്പോൾ സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ആ മഞ്ഞ സ്പോഞ്ച് പോലുള്ള കായ ആ താഴെ വീഴുന്ന പോകുന്ന റോഡ് സൈഡിലുണ്ടായിരുന്നു. അവിടുന്ന് അത് പറക്കിയെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു സാധനമാണ്. അതുപോലെ ഇതിൻ്റെ മരവും നല്ല നമ്മുടെ പ്ലാവ് പോലെ തന്നെ അത്ര മഞ്ഞയില്ലെങ്കിൽ തന്നെ നല്ല കാതലുണ്ടാവുന്ന, നമ്മൾക്കൊരു മരപ്പടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരവും കൂടിയാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഇത് നീണ്ട് വളരുകയും ചെയ്യുക. ഇത് 1-2 പ്രാവശ്യം ഹാർഡ് പ്രൂൺ ചെയ്തതാണ്, എന്നിട്ടും വീണ്ടും വളർന്നു വലുതായി. ഇതിൽ ഈ പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. വേറൊന്ന് വീട്ടിൽ തൊട്ടുണ്ടായിരുന്നു, അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് മുറിച്ച് കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ആർക്കെങ്കിലും ഈ പുളി വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കാം. ഒരു കാര്യം കൂടി, ഇതിൻ്റെ ചെടികൾ ഇവിടെ ഇഷ്ടംപോലെ വളരാറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ തൈങ്ങൾ നട്ടിട്ട് ഇത് നശിപ്പിക്കുള്ളൂ, ഇത് മുറിക്കുള്ളൂ. ആർക്കെങ്കിലും ഇതിൻ്റെ തൈ വേണമെങ്കിൽ അവർക്കും ഞാൻ ആ തൈ തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.